സങ്കീർത്തനം 103 1-2 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുക, അവിടുന്ന് ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപ ഒഴുകുന്ന കാണാൻ പറ്റും. നിങ്ങളിത് ചെയ്താൽ മതി. ദൈവം ചെയ്ത അനുഗ്രഹങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ച് കണ്ടെത്തുക, അവയ്ക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം വചനത്തിലൂടെ നമുക്കൊരു ഓർഡർ വെച്ച് തന്നിട്ടുണ്ട്. അത് പാലിച്ചാൽ ഒരു ഓർഡർലി ക്രിസ്ത്യൻ ലൈഫ് നമുക്കുണ്ടാകും. പക്ഷെ നമ്മൾ ആ ഓർഡറെല്ലാം തലയും കുത്തി വെച്ചിരിക്കും. എനിക്കറിയാലോ, നമ്മൾ ഈ കപ്പക്കോല് വെട്ടുമ്പം അത് മണ്ണോട് ചേർത്ത് വെച്ചാൽ വെട്ടാറുള്ളൂ. എന്തിനാണെന്നറിയോ? മണ്ണിനകത്തോട്ട് പോകേണ്ടത് ഏത് ഭാഗമാണെന്ന് നമുക്ക് അറിയാൻ പറ്റി. ആ മണ്ണ് പറ്റിയിരിക്കുന്നതാണ് ആ കുത്തി താത്തുന്നത്. അതിന് പകരം തലയും കുത്തി വെച്ചാലോ? തലയും കുത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും? എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓർഡറുണ്ട്, അത് നമ്മൾ തലയും കുത്തി വെക്കരുത്. ദൈവം തന്നിരിക്കുന്ന ഓർഡർ അറിയണമെങ്കിൽ നിങ്ങൾ സങ്കീർത്തനം എടുത്തോ. 37 സങ്കീർത്തനം 37 സങ്കീർത്തനം Psalm 37 അതിൻ്റെ 3 മുതൽ 5 വരെ വായിച്ചോ. അപ്പോൾ ശരിയായ ഒരു ഓർഡർ, ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഓർഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡറാണ് നമ്മൾ പാലിക്കേണ്ടത്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ നീ സുരക്ഷിതനായി വസിക്കും. ചിലരൊക്കെ പറഞ്ഞത് എന്നാണെന്നറിയോ? ആദ്യം എനിക്കൊരു സുരക്ഷിതത്വം വരട്ടെ, എന്നിട്ട് ഞാൻ വല്ലവർക്കും വല്ലോ നേർച്ച ഇടുന്നതോ അല്ലെങ്കിൽ വല്ലോ പാവപ്പെട്ടവരെ സഹായിക്കുന്നതോ അതേക്കുറിച്ച് ചിന്തിക്കാം. ആദ്യം എൻ്റെ ജീവിതം ഒന്ന് സെറ്റപ്പ് ആകട്ടെ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യ്, അപ്പോൾ നിനക്ക് സുരക്ഷിതത്വം ഉണ്ടാകും, സാമ്പത്തിക ഭദ്രത ഉണ്ടാകും, ആരോഗ്യം നിനക്കുണ്ടാകും, അഭിഷേകം നിനക്കുണ്ടാകും. അതിനെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നീ നന്മ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുക. അടുത്ത വചനം എന്നാ പറഞ്ഞത്? കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ അഭിലാഷം സാധിച്ചു തരും. നീ എല്ലാവരും ആനന്ദിക്കാനിരിക്കുന്നത് എന്നാണെന്നറിയോ? എനിക്ക് 2-3 വിഷയമുണ്ട്. ഞാനതൊക്കെ ദൈവത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നൊവേനയ്ക്ക് പോയപ്പോഴും പറഞ്ഞായിരുന്നു, നേർച്ച ഇട്ടിട്ട് ഞാനതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് നീ അതൊന്ന് നടക്കട്ടെ, നടന്നിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, നീ കർത്താവിൽ ആനന്ദിക്കുക, അപ്പോൾ നിന്റെ അഭിലാഷങ്ങൾ കർത്താവ് സാധിച്ചു തരും. നന്നായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. അത്ഭുതം കാണണോ? അഭിഷേകം ഒഴുകണോ? ദൈവത്തെ നന്നായിട്ട് സ്തുതിക്കാൻ നമ്മൾ പഠിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിന് കിട്ടുന്ന അവസരം എല്ലാം പ്രയോജനപ്പെടുത്തുക. 5-ാമത്തെ വചനം കൂടി വായിച്ചു. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. കർത്താവ് നമ്മളെ നോക്കാനുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പേടിക്കണ്ടേ? കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സങ്കീർത്തകൻ പറഞ്ഞ പോലെ പറയാൻ പറ്റണം. ഞാൻ ഒത്തിരി പേർക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഒരു വചനമാണ് സങ്കീർത്തനം 118 6, 7, 8 വചനങ്ങൾ. സങ്കീർത്തനം 118 Psalm 118 6, 7, 8 വചനങ്ങൾ. 8-ാമത്തെ വചനമാണ് ബൈബിളിലെ സെൻട്രൽ ബൈബിൾ വേഴ്സ്. ഏറ്റവും നടുക്കായിട്ട് ബൈബിളിൽ വരുന്ന വചനമാണ് സങ്കീർത്തനം 118 8-ാമത്തെ വചനം. അതിനൊരു സെൻട്രൽ മെസ്സേജ് ഉണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. മറക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തികൾ പോലും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടെങ്കിലും കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെയൊന്നും കിട്ടാൻ പോകുന്നില്ല. ചിലർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അവരുടെ ചിന്ത പോകുന്നു, ഇന്നയാളെ ഒന്ന് വിളിച്ചു നോക്കാം. ഉടനെ ഫോൺ എടുത്തു, പലരെ വിളിക്കുന്നു. അവിടെ എല്ലാം വിളിച്ചിട്ട് കാര്യം നടക്കാതെ വരുമ്പോഴാണ് എന്നാൽ പോയൊരു ധ്യാനം കൂടാ. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? എന്ത് പ്രശ്നം വന്നാലും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് തിരിയാം. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അതിന് നിങ്ങൾ 6 മുതൽ വായിച്ചു. 6 മുതൽ 6ഉം 7ഉം ഒന്നുകൂടെ വായിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. സങ്കീർത്തനം പറയാണ്, ദ ലോർഡ് ഈസ് ഓൺ മൈ സൈഡ്. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല. പേടിച്ച് ദൂരികളായിട്ട് നടക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് ഇന്ന്. എന്താ കാരണം? കർത്താവ് പക്ഷത്തില്ലാത്തതുകൊണ്ട്. തൊട്ടേനും പിടിച്ചതിനല്ല. ചിലർക്ക് പാറ്റായ പേടി, പല്ലിയെ പേടി, കൃമിയെ പേടി, ഇരുട്ട് പേടി, രോഗം പേടി, എന്തെല്ലാം 101 ഫോബിയായും ഇതെല്ലാമായിട്ട് നടക്കുന്നവരുണ്ട്. ഇവിടെ സങ്കീർത്തനം പറയണം, കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല. കർത്താവിൻ്റെ കൂടെ ഉള്ളതിനാൽ മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും?
ഇത് ശരിക്കും ഈ ഭയം മനുഷ്യരെ പേടിച്ച് ജീവിക്കുന്ന ഒരു കെണിയാണ്. കെണി. ആ കെണിക്കകത്ത് പെട്ട് കിടക്കുന്നവരുണ്ട്. എന്തുമാത്രം ആൾക്കാർ ഭയപ്പെടുന്നവർ. ദൈവഭയം ഒട്ടില്ലതാണ്. നമുക്ക് വേണ്ടത് ദൈവഭയം. നിങ്ങളാ സുഭാഷിതങ്ങൾ 29:25 എടുത്തു. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കെണി. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. ഇറ്റ്സ് എ ട്രാപ്പ്. അതിനകത്ത് കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ശരിക്കും നമുക്ക് ദൈവഭയം ഉണ്ടായാൽ മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല. ദൈവഭയം ഉണ്ടായാൽ ചിലർ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നതിൻ്റെ കാരണം പോലും മനുഷ്യരെന്നാ വിചാരിക്കുമെന്ന് ഓർത്തിട്ടാണ്. ഞാൻ നന്നായിട്ട് സ്തുതിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തും നിൽക്കുന്നവർ ചിലപ്പോൾ എന്നെ നോക്കും. അത് പേടിച്ചിട്ട് സ്തുതിക്കാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇനി അതുകൊണ്ട് നമുക്ക് പറ്റുന്ന എന്താ? കിട്ടാവുന്ന അഭിഷേകം നമുക്ക് നഷ്ടപ്പെടുക. നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതേ മനുഷ്യരെ നോക്കിയിട്ടല്ല, ദൈവത്തെ നോക്കി നമ്മൾ ചെയ്യണം. നിങ്ങളാ അപ്പസ്തോല പ്രവർത്തനം 16:25 മുതൽ വായിച്ചാൽ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 25 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവർ വല്ല വ്യഭിചാരം ചെയ്തിട്ടോ കൊലപാതകം ചെയ്തിട്ടോ ആണോ? ഒന്നുമല്ല. കർത്താവിൻ്റെ നാമത്തിൽ ഒരു നല്ല കാര്യം ചെയ്തു. പക്ഷേ അസൂയാലുക്കൾ അവരെ ജയിലിലടച്ചു. പാതിരായപ്പം മുതുപാതിര പൗലോസ് സീലാസിനെ വിളിച്ചിട്ട് പറയാ, സീലാസ് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ചാലോ? അതിനെന്നാ? രണ്ടുപേരും കൂടെ നല്ല ഒച്ചത്തിൽ അവിടെ ദൈവത്തെ സ്തുതിച്ചു. എന്താ അവിടെ സംഭവിച്ചേ? കാരാഗ്രഹത്തിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീണു. കാരാഗ്രഹത്തിൻ്റെ വാതിൽ പറഞ്ഞുപോയി. ഇവരുടെ കൈകാലുകളിൽ കിടന്ന ചങ്ങലകൾ പൊട്ടി വീണു. അവർ സ്വതന്ത്രരായി. ഇന്നാണ്ട് ഒരു ചരട് കൊണ്ട് ചിലരെ കെട്ടിയിട്ടാൽ മതി, അയ്യോഭാവം വെച്ച് അവിടെ കിടക്കുക. ഇവിടെ ഇരുമ്പ് ചങ്ങല പൊട്ടി വീണു. കാരണം എന്താണ്? അവർ ദൈവത്തെ നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ടാണ്. പറയുണ്ട് നമ്മുടെ മനസ്സിനായിരിക്കാം ചില കെട്ടുകൾ, ചങ്ങലകൾ, ശരീരത്തിനായിരിക്കാം, ആത്മാവിനായിരിക്കാം. ആത്മാവിൻ്റെ തലത്തിലുള്ള കെട്ടാണ് പാപമെന്ന് പറയണത്. പൊട്ടി വീഴാൻ ഏറ്റവും നല്ലത് നമ്മുടെ ദൈവത്തെ നന്നായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ 2 രാജാക്കന്മാർ 3:15 എടുത്തു. 2 Kings chapter 3:15. 2 രാജാക്കന്മാർ 3:15. എലീഷായുടെ മേൽ സ്വർഗീയമായൊരു അഭിഷേകം വന്ന് നിറയുന്നത് കാണാൻ പറ്റും. എപ്പോഴാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എലീഷായുടെ മേൽ കിട്ടിയവര് എലീഷ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഗിവ് മീ എ മ്യൂസിഷ്യൻ. ഒരു ഗായകനെ എൻ്റെ പക്കലേക്ക് അയക്കുക. ഗായകൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഈ സ്തുതിപ്പിൻ്റെ സമയം വേസ്റ്റ് ആക്കരുത് കേട്ടോ. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന സമയം ഒരു കാരണവശാലും നമ്മൾ വേറൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഇനി അത് നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും അഭിഷേകം വരും. ഗായകൻ പാടി, ഇവരെല്ലാവരും കൂടെ ചേർന്ന് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ദേ വരുന്നു അഭിഷേകം. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം എലീഷായിലും അവിടെ ഉണ്ടായിരുന്നതിലും ഒക്കെ വന്ന് നിറയുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. അതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കേണ്ട പോലെ സ്തുതിക്കണം. അയ്യോ, ഇന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് ചിലരുടെ സ്തുതിപ്പിൻ്റെ സമയത്ത് കൈകൊട്ടും ഇത് കൈപൊക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലർ കൈ അടിക്കണം ഇങ്ങനെ. നാണക്കേട്. ദൈവത്തെ അപമാനിക്കാൻ ഇതിനപ്പുറം വല്ലതും വേണം. കാരണം വചനം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഏത് കാര്യം നമ്മൾ ചെയ്താലും പൂർണ്ണതയിൽ ചെയ്യണം. മർക്കോസ് 12:30 വായിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം മർക്കോസ് 12-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സുപ്രധാന കൽപ്പനകൾ എന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ വരുന്ന കാര്യമാണ് കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് സുപ്രധാന കൽപ്പനയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം. 30-ാമത്തെ വചനം, നീ നിന്റെ ദൈവമായ കർത്താവിനെ എനിക്കോ 4 പ്രാവശ്യം പൂർണ്ണത അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണത. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ 4 പ്രാവശ്യം. പൂർണ്ണത ഇല്ലാത്തൊരു കാര്യമായിട്ട് ഇങ്ങനെ പോരണ്ടെന്നാണ് പറഞ്ഞത്. ചിലർ പള്ളി പോവും കുർബാന കാണാൻ. കുർബാന കണ്ടെന്ന് ഒപ്പിച്ചു വെക്കാൻ വേണ്ടി അവിടെ പോയിച്ചു വരും. ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കും. സന്ധ്യാപ്രാർത്ഥന നടത്തിയെന്ന് ഒന്ന് ഒപ്പിച്ചു വെക്കാൻ വേണ്ടി ഒരു സന്ധ്യാപ്രാർത്ഥന. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? പൂർണ്ണതയില്ലാത്തൊരു കാര്യം എനിക്ക് വേണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഈ ജപമാലയെക്കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്നത്
ധ്യാനാത്മകമല്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന ജപമാല എങ്ങനെയുണ്ട്? നിങ്ങൾ ചെല്ലുന്നതെല്ലാം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയാണ് ചെല്ലാറില്ലേ? ചിലരുടെ നന്മ നിറഞ്ഞവരെയൊക്കെ കേട്ട മാർപ്പാപ്പ ഈയിടെ പുതിയതുമല്ല ഇറക്കിയെന്ന് പറഞ്ഞു. നടുക്കത്തെ കഷ്ണമൊന്നുമില്ല, പെട്ടെന്ന് തീരും കേട്ടോ. ഞാൻ ഓർക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ലുത്തീനിയ ചെല്ലുമ്പോൾ അമ്മയാണ് ചെല്ലുന്നത്. അമ്മയ്ക്കെല്ലാം കാണാപ്പാടാം. അമ്മ ഇതിങ്ങനെ അങ്ങ് ചെല്ലി വിടുമ്പോൾ നമ്മൾ പുറകെ പിടിച്ച് കയറണം. കുറേ നാൾ ഞാനൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത് ഞങ്ങൾ കണ്ടീഷനെ എന്താന്ന് ഈ പിടിയിട്ടില്ല. കാരണം ബാക്കിയുള്ളവർ പറഞ്ഞ കേട്ടാണല്ലോ നമ്മൾ പഠിക്കണേ. അന്ന് ഞാൻ വിചാരിച്ചു എന്തോ ഒരു കണ്ടീഷനാണ്. നമ്മളിപ്പോൾ ഇത്രയും കുഞ്ഞിലെ ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ കണ്ടീഷനെ ഇത് കുറേ നാൾ കഴിഞ്ഞ് പുസ്തകത്തെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അത് പിന്നെയുണ്ട്. വേറൊരു വീട്ടിൽ ഞങ്ങൾ ഇരുന്ന സമയത്താണ് കൊന്തയൊല്ലിക്കൊണ്ടിരിക്കുക. ഒരു രഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ ഗർഭം ധരിച്ചതിനെ ധ്യാനിക്കാൻ. ഇത് എന്നുണ്ടായ കാര്യമാണ്. കർത്താവ് ഈശോ ഗർഭം ധരിച്ചു. ഒരു ഊഹം വെച്ച് തട്ടിവിട്ടുകൊണ്ടിരിക്കുക. എന്നതാണെന്ന് പോലും അറിയത്തില്ല. പറഞ്ഞു ധ്യാനാത്മകമല്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. വെറുതെയാണ് നമ്മൾ ഈ കണ്ട പ്രാർത്ഥനയെല്ലാം നടത്തിയിട്ടും വലിയ മാറ്റമൊന്നും വരാതെ പ്രാർത്ഥിക്കാനിരുന്ന പോലെ തന്നെ നമ്മൾ ഇത് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. ചിലയിടത്ത് പിന്നെ ആ പ്രാർത്ഥന കഴിയുമ്പോഴേ ചിലർ അവിടെ തന്നെ കിടന്നൊന്ന് ഉറങ്ങും. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടെ കഴിഞ്ഞോട്ടെ, ഇപ്പം നല്ല മൂടാണ്, പിന്നെ കൊന്ത കഴിഞ്ഞോട്ടെ. ചില പിന്നെ അങ്ങനെ അവർ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലും ഉറക്കഗുളികയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അത് കാരണം കിടന്നിട്ട് ഉറക്കം വരാതിരുന്നാലും ആദ്യം അവർ കൊന്തയെടുത്ത് നോക്കും. ചിലർ 2 രഹസ്യം കഴിയുമ്പോൾ സൂപ്പറായിട്ട് ഉറങ്ങി, പിന്നെ ഗുളികയുടെ പൈസ ലാഭിച്ചു. വേറെ ചിലർക്ക് കൊന്ത വലിക്കാതെ വന്ന ബൈബിളിലൂടെ എടുത്ത് വായിക്കും. പുതിയ നിയമം വായിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ പഴയ നിയമം വായിച്ച് ഉറപ്പായിട്ട് ഉറങ്ങുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട ഇത് ഉറക്കം വരാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവവുമായിട്ട് ഒരു സ്നേഹബന്ധം ഉണ്ടാകാൻ നമ്മളെ സഹായിക്കേണ്ടതാണ് പ്രാർത്ഥന. വിശുദ്ധ കൊത്രേസ്യ പറഞ്ഞത്, എനിക്ക് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഒരു കുതിപ്പ്, എൻ്റെ ആത്മാവിൻ്റെ കുതിപ്പാണ് പ്രാർത്ഥന. ആ ദൈവത്തെ സ്നേഹത്തോടെ ഞാൻ നോക്കിയിരിക്കുന്നതാണ് എനിക്ക് പ്രാർത്ഥന. ഒരുപാട് വാക്കുകളൊന്നും വേണമെന്നില്ല. ഒരു വാക്കും ഇല്ലാതെ നമുക്ക് സൂപ്പർ പ്രാർത്ഥന നടത്താൻ പറ്റും. ഇനി സ്തുതിപ്പെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു സ്റ്റൈലിലുള്ള പ്രാർത്ഥനയാണ്. ചിലരെ എനിക്കതൊന്നും ഇഷ്ടമില്ല. ചിലരെന്നെ ധ്യാനിപ്പിക്കാൻ വിളിക്കുമ്പോഴും അച്ഛൻ്റെ കരിസ്മാറ്റിക് ധ്യാനമാണോ അതോ നോൺ കരിസ്മാറ്റിക് ധ്യാനമാണോ അതോ സെമി കരിസ്മാറ്റിക് ധ്യാനം? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ വേണ്ടേ? ഏത് വേണേലും ഉണ്ട്. നമ്മൾ ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ചെല്ലും പോലെയല്ല. ഇതെല്ലാം സാധനമാണ്. നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഇച്ചിരി ഇട്ടാൽ മതി. നോൺ കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും പ്രൈസ്തലോട് പറയരുത്, ഹല്ലേലൂയ പറയരുത്. ബാക്കി സെയിം തിങ് പറഞ്ഞു ഒരു കുഴപ്പമില്ല. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, അതാണ് കരിസ്മാറ്റിക്. എൻ്റെ പ്രിയപ്പെട്ടവർ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവ വചനം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയാലേ ഫലമുള്ളൂ. ദൈവവചനം. നിങ്ങളാരും ചിന്തിക്കരുത് ഇവിടെ എനിക്ക് അങ്ങനെ ഒരു സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരുന്നവരെ വിളിച്ച് മുമ്പിൽ കുത്താവുന്നവരാണ് മുട്ടുകുത്തി തല കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട്, നിങ്ങൾക്ക് ഇന്നലകളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, ഇനി നാളെ എന്നാ സംഭവിക്കാൻ പോകുന്നത്, ഇത്രയും കാര്യം പറഞ്ഞ് ഇപ്പം നിലവിൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനുണ്ടോ, ഓക്കെ ഇന്ന എല്ലാം ഇപ്പോൾ പരിഹരിക്കാൻ പോവാം എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് വിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനങ്ങനെ ചെയ്തുള്ളായിരുന്നു. ചുമ്മാ ഇതിനെ മനുഷ്യനെ ഇരുത്തി കഷ്ടപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വരാതെ എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല, സൗഖ്യം പ്രാപിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ദൈവവചനം നമ്മൾ കേൾക്കണം. ഏതാനും വചനഭാഗങ്ങൾ എടുത്തു. അപ്പോൾ നമുക്കിത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണോ അതനുസരിച്ച് ഇത് കഴിഞ്ഞിട്ട് സൗഖ്യ പ്രാർത്ഥനയിലും അഭിഷേക പ്രാർത്ഥനയിലും ഒക്കെ ഫലം കാണാൻ പോകുന്നത്. നിങ്ങൾ വചനം കേൾക്കുന്ന സമയത്ത് കുത്തിയിരുന്ന് ഉറങ്ങിയിട്ട് വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കസേര കയറുന്ന കൈ പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ദൈവം പ്രവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വചനം കേട്ടോ, ഇവിടെ വെച്ചൊന്നും നടക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഈ വചനം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാവും. റോമാലേഖനം 10:14 മുതൽ വായിച്ചു. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14 മുതൽ വായിച്ചാൽ നമ്മൾ വചനം കേട്ടേ പറ്റൂ. വചനം കേൾക്കാൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും?
അവനെ വിളിച്ചപേക്ഷിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുമോ? വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരുവനെ നിങ്ങൾക്ക് എങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ പറ്റും? ആരെങ്കിലും പ്രസംഗിക്കാതെ കണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ആരെങ്കിലും പ്രസംഗിക്കാൻ ഉണ്ടാകണമെങ്കിൽ അവരയക്കപ്പെടാതെ കണ്ട് എവിടെ നിന്നുണ്ടാകും? ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാൻ പറ്റണം. ദൈവ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിഷേകം വരിക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:44 മുതൽ വായിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10, 10:44 മുതൽ. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ, പത്രോസ് വചനം പ്രഘോഷിക്കുകയായിരുന്നു. ജനമെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വചനം പറഞ്ഞ പത്രോസിനും വചനം കേട്ടുകൊണ്ടിരുന്ന ദൈവജനത്തിനും ഒരുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായി. ദൈവവചനം കേൾക്കാതെ, ദൈവവചനം പ്രൊക്ലെയിം ചെയ്യാതെ ഇതുണ്ടാകണമെന്നില്ല. പറയുണ്ടേ, നമ്മൾ ത്യാഗമെടുത്ത് വചനം കേൾക്കണം, ത്യാഗമെടുത്ത് ബൈബിൾ വായിക്കണം. വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ അഭിഷേകം ഉണ്ടാകുക. ഞാനിത് പറയുമ്പോൾ എനിക്ക് വികാരം കൊള്ളും. കാരണം ഞാൻ ഈ കാരിസ്വാനി വന്ന സമയത്ത് 91-ൽ വന്ന ഞാൻ ഈ ബൈബിൾ തുറന്ന് ഒരു വചനം 50 പ്രാവശ്യം വായിച്ചിട്ട് ബൈബിൾ അടച്ച എനിക്ക് പറയാൻ പറ്റിയില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ് ഞാനൊരു ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിൽ ആരും എൻ്റെ പേര് പറഞ്ഞില്ല. എനിക്ക് കുളിര് കോരുന്ന അനുഭവമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ധ്യാനം കഴിഞ്ഞ് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇത് കഴിഞ്ഞ് ഞാൻ ഈ ഭിത്തിയിൽ എവിടെയെങ്കിലും ഒരു വചനം എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് വായിച്ച്, വേണേൽ ഒന്നുകൂടെ വായിച്ചു. അതെനിക്ക് മനപ്പാടായി. ഇന്നിപ്പോൾ 1000കണക്കിന് വചനം എനിക്ക് ഒരു കുഴപ്പമില്ലാതെ പറയാൻ പറ്റും. ദൈവവചനം ഒരു ക്ലാസ് എടുക്കാൻ കയറുന്ന മതി, ഓരോ വചനം ഒന്നിന് പുറകെ ഒന്നായിട്ട് ദൈവം ഇങ്ങ് തന്നോളൂ, അത് അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ധ്യാനത്തിൽ വന്നിരിക്കുന്നവർ ശരിക്കും അതിനകത്ത് മുഴുകാതിരിക്കുന്ന കാണുമ്പോൾ എൻ്റെ നെഞ്ചു വേദനിച്ചിട്ടുണ്ട്. കാരണം എനിക്കങ്ങനെ ഒരു അഭിഷേകം കിട്ടിയപ്പോൾ ഉണ്ടായ അഡ്വാൻറ്റേജ് എത്ര വലുതാണെന്ന് എനിക്കറിയാം. ഇതിനോടകം ഒരു 35 രാജ്യങ്ങളിലെങ്കിൽ പോയി വചനം പ്രഘോഷിക്കാൻ, ചുമ്മാ കാണാൻ പോയതൊന്നുമല്ല, വചനം പ്രഘോഷിക്കാനുള്ള അവസരം ഉണ്ടായി. ഒരു 10-22 പുസ്തകങ്ങളെങ്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതാൻ അതിനകത്ത് എല്ലാം നിങ്ങൾ അപ്പുറത്ത് കുറച്ച് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ബണ്ടിലായിട്ട് ഇംഗ്ലീഷും മലയാളവും ഒക്കെ. അതിന് ഒരു 50% എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻറ്റിങ് ചാർജ് മാത്രം എടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം വചനം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അത് ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട 500, 1000 വചനങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾ കാണാൻ പറ്റും. ഇനി ഇതെല്ലാം സംഭവിച്ചെന്തുകൊണ്ടാണ്? ഒരൊറ്റ അഭിഷേകം. എനിക്ക് ആ ധ്യാനത്തിൽ വല്ലോ ക്യാൻസർ സൗഖ്യപ്പെട്ടതാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ആശുപത്രി പോകണ്ട, മരുന്ന് കഴിക്കണ്ട, എനിക്കിനി സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കാം എന്നുള്ളതല്ലാതെ ആരെങ്കിലും എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നോ? ധ്യാനിപ്പിക്കാനെന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുപോകുമായിരുന്നോ? അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചുകൂടെ ഉന്നതമായ കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അല്ലാതെ നമുക്കൊരു രോഗസൗഖ്യം കിട്ടിയെന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാ പ്രശ്നവും തീരുന്നില്ല. അതിനേക്കാളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ അഭിഷേകം കിട്ടുക എന്നുള്ളത്. അത് വന്നാൽ പിന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, മാറിപ്പോകാൻ പറ്റത്തില്ല.